പത്തനംതിട്ട തിരുവല്ല സ്വദേശി അനീഷ് മാത്യുവിന്റെ ആത്മഹത്യ പോലീസിന്റെ മാനസിക പീഡനത്തെ തുടർന്നെന്ന ആരോപണവുമായി കുടുംബം. ഭാര്യയും മക്കളെയും കാണാതായ സംഭവത്തിൽ അനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചെന്നും കുടുംബം ആരോപിച്ചു. എന്നാൽ തിരോധാന കേസിൽ വിവരങ്ങൾ തേടുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30യോടെയാണ് അനീഷിനെ കവിയൂരിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഭാര്യ റീനയുടെയും മക്കളുടെയും തിരോധാന കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി അനീഷിനെ പോലീസ് പലതവണ ചോദ്യം ചെയ്തിരുന്നു. പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്നും ഈ മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചെന്നും കുടുംബം. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കണ്ടില്ല എന്നുള്ളതുപോലെ തന്നെ അവനെ ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അവനായത് ചെയ്തതെന്നുള്ള ഒരു രീതിയിൽ തന്നെ ആയിരുന്നു പോലീസ് പറഞ്ഞുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അങ്ങനെയായിരുന്നു. വിഷയത്തിൽ പുളിക്കീഴ് പോലീസിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് പോയി. രാവിലെ മുതൽ വയ്യോളം അവിടെ ഇരുത്തിയേക്കുമായിരുന്നു. 10 മണി വരെ ഞാനും അമ്മയും കൂടെ പോയായിരുന്നു. എഴുതി ഒപ്പിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നു. അതേസമയം കുടുംബം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തള്ളുകയാണ് പോലീസ്. തിരോധാന കേസിന് പിന്നിൽ സംശയങ്ങൾ ഒരുപാടുണ്ട്. അത് അനീഷിനോട് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസ് വിശദീകരണം. ആഗസ്റ്റ് 17-നാണ് അനീഷിന്റെ ഭാര്യ റീനയെയും മക്കളായ 8 വയസ്സുകാരി അക്ഷരയെയും 6 വയസ്സുകാരി അൽക്കയെയും കാണാതായത്. കേസ് അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിനിടയിലാണ് അനീഷ് ആത്മഹത്യ ചെയ്തത്. 24 പത്തനംതിട്ട.